ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സാധകർക്കും പ്രണാമം. നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമ അധ്യായ ഉപാസനാ പ്രകരണം നമ്മൾ കണ്ടു. യാജ്ഞവൽക്യ മഹർഷി വിവിധങ്ങളായ ഉപാസന നമുക്ക് ചിത്തശുദ്ധിക്കായി, അധികാരപ്രാപ്തിക്കായി, ശ്രവണ സൗകുമാര്യത്തിനായി, കാരകദൃഷ്ടി പ്രാപ്തിക്കായി ഇത്യാദി ഇത്യാദി ഫലശ്രുതിയിൽ നമുക്ക് ഉപദേശിച്ചു നൽകി. ആരാണോ നിഷ്കാമമായി ഏത് ഉപാസന അനുഷ്ഠിക്കുന്നോ അവർക്ക് ബ്രഹ്മവിദ്യാ അധികാര പ്രാപ്തി ഉണ്ടാകും. അതിലൂടെ മറ്റ് അധികാരങ്ങൾ അവരെ വന്നു ചേരുമെന്നും നമ്മൾ കണ്ടു. സാമാന്യമായി ഉപാസനാ പ്രകരണങ്ങൾ കണ്ടു. അതിനുശേഷം ദ്വിതീയ അധ്യായത്തിലേക്ക് പ്രഥമകാന്ഡം മധുകാന്ഡം ദ്വിതീയ അധ്യായം നമ്മൾ ആരംഭിച്ചു. 6 ബ്രാഹ്മണങ്ങളോട് കൂടിയാണെന്ന് കണ്ടു. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം, അതും ഒരാവർത്തി 20 മന്ത്രങ്ങളോടുകൂടി സാമാന്യമായി കണ്ടു. അജാതശത്രു എന്ന ഗുരുനാഥൻ ഗാർഗ്യൻ എന്ന ശിഷ്യന് സുഷുപ്തി വിചാരത്തിലൂടെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതായിരുന്നു അജാതശത്രു ബ്രാഹ്മണം. അവസാനമായി പറഞ്ഞു, ഈ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദം നിനക്ക് ഉണർന്നിരിക്കുമ്പോഴും സാധിക്കും. അതായത് ജീവൻ മുക്ത അവസ്ഥയിലേക്ക് അല്ലയോ ഗാർഗ്യ നിനക്ക് ഉണരാൻ സാധിക്കും, അല്ലെ വളരുവാൻ സാധിക്കും. എങ്ങനെ? സത്യസ്യ സത്യം, അല്ലെ, പ്രാണാവൈ സത്യം, എല്ലാം സർവഭൂതേഷു ആത്മാനം സർവഭൂതാനുജ ആത്മനി ഇത്യാദി ശ്രുതികളിലൂടെ നമ്മൾ കണ്ടിരുന്നു. അനേകം കൊട്ടേഷൻസ് അവിടെ കണ്ടു. സത്യസ്യ സത്യം എന്നത് അത്രയും പ്രാധാന്യമുള്ളതായതുകൊണ്ട്. അതിനുശേഷം ഗാർഗ്യൻ അത് മനസ്സിലാകുന്നു. അവർ പിരിയുന്നതായിട്ട് വളരെ ചുരുക്കിയാണ് ഉപനിഷത്ത് ആഖ്യായിക അവസാനിച്ചത്. പക്ഷെ നമ്മളത് ഭഗവത്പാദരുടെ ഭാഷ്യം കണ്ടു. നമ്മളോടായിട്ട് അദ്ദേഹം ഉപദേശിച്ചു, ഗാർഗ്യനെ പോലെയുള്ള വിദ്യാഗർവം അല്ലെങ്കിൽ മറ്റു പല പണ്ഡിതഗർവം ഇത്യാദികളാൽ നമ്മളും മോഹമഗ്നരായി മാറാം. അതുകൊണ്ട് അങ്ങനെ ആവാണ്ടിരിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു തന്നു. ന്യായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ശ്രുതേന, അല്ലേ,
ഇത്യാദി ഇത്യാദി കൊട്ടേഷൻസ് നമ്മൾ കണ്ടു. അതായത് എവിടെയാണോ ഗർവമുള്ളത് അവരുടെ കൂടെ വിദ്യാദേവത ഉണ്ടായിരിക്കില്ല. അവർക്ക് ലോകത്തിൻ്റെ അംഗീകാരം ഉണ്ടാകും, പക്ഷെ ബ്രഹ്മവിദ്യാ പ്രാപ്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആത്യന്തിക ദുഃഖ നിവൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജാതശത്രു ബ്രാഹ്മണം നമ്മൾ അവസാനിച്ചു. ദ്വിതീയ ബ്രാഹ്മണം ശിശു ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ. അധ ശുക്ല യജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ശിശു ബ്രാഹ്മണം. വലിയ ഹെഡിങ് ആണ് കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്നത് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. ശിശു ബ്രാഹ്മണം അതിൽ നമ്മൾ കണ്ടു സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യത്തിൻ്റെ വിസ്താരമാണ് ശിശു ബ്രാഹ്മണവും മൂർത്താമൂർത്ത ബ്രാഹ്മണവും. ഇനി അടുത്തത് വരുന്ന മൂന്നാമത്തെ ബ്രാഹ്മണവും ഇതിൻ്റെ തുടർച്ചയാണ്. സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി യാജ്ഞവൽക്യ മഹർഷി ഉപാസന പറഞ്ഞു തരികയായിരുന്നു ശിശു ബ്രാഹ്മണത്തിൽ. മൂർത്താമൂർത്ത ബ്രാഹ്മണവും അത് തന്നെയാണ്. ശിശു ബ്രാഹ്മണത്തിന് മറ്റൊരു പേരുണ്ടെന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ പുസ്തകത്തിൽ നോക്കണം, ഈ പറയുന്നതൊക്കെ എൻ്റെ കൈവശമുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക, നമുക്കത് ഫില്ല് ചെയ്ത് പോകാം അല്ലേ. എന്നും പറഞ്ഞ് ഈ കാക്കക്കൂട്ടി കല്ലിട്ട പോലെ ആകരുത്, നിങ്ങൾക്കറിയാമല്ലോ. കൂടുതൽ പറയുന്നില്ല. ശിശു ബ്രാഹ്മണത്തിൻ്റെ മറ്റൊരു പേര് പ്രാണബ്രാഹ്മണം. കാരണം ഇവിടെ പ്രാണനെയാണ് ഉപാസനയായി പറഞ്ഞു തന്നത്, ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തന്നത് നമ്മൾ കണ്ടു. പിന്നെ എന്താണ് പ്രാണൻ്റെ വിവിധങ്ങളായ അർത്ഥം നമ്മൾ കണ്ടു. ഒന്നെന്താണ്, പ്രാണനെ ഇവിടെ ശിശുവായി പറയുന്നു, അതായത് പശു എന്ന ശിശു, അതായത് മനുഷ്യ ശിശു അല്ല, പശു എന്ന ഉദാഹരണത്തിലൂടെ കണ്ടു. അതിനുശേഷം വിശ്വമായി പറയുന്നു, പഞ്ചബ്രാഹ്മണമായി പറയുന്നു, ഇന്ദ്രിയങ്ങളായി പറയുന്നു, സ്ഥൂല സൂക്ഷ്മ ശരീരമായി പറയുന്നു. അതെവിടെ ഈ 4 മന്ത്രങ്ങളിലായിട്ട് പറയുകയാണ്. അതായത് പ്രാണനെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഈ ആഖ്യായികളിലൂടെ ഉദാഹരണങ്ങളിലൂടെ സ്തുതിക്കുകയാണ്. അത് നമ്മൾ ഇനി മന്ത്രങ്ങൾ ചൊല്ലാം, ഒരുമിച്ച് പാരായണം ചെയ്യുക. ഏതെങ്കിലും വാക്ക് കിട്ടുന്നില്ല ശ്രദ്ധിക്കുക. നിങ്ങളുടെ പുസ്തകത്തിലും ഇതേപോലെയാണോ ഞാൻ പദച്ഛേദം ചെയ്ത് എഴുതിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം പാരായണം ചെയ്യുക. കാരണം സമഷ്ടിയായി പാരായണം ചെയ്യുന്നതിന് അതിന് പ്രകൃതിയുടെ അനുഗ്രഹം വളരെ ഉണ്ടാകും. അതുകൊണ്ടാണ് കൂടുതൽ എപ്പോഴും പറയുന്നത് കൂടെ ചൊല്ലുവാനായിട്ട്. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമം വേദ സപ്തഹ ദിഷിതഃ ഭ്രാതൃവ്യാൻ അവരുണദ്ധി അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണഃ സ്തൂണ അന്നം ധാമ. യാജ്ഞവൽക്യ മഹർഷി ശിശു ബ്രാഹ്മണം പ്രഥമ മന്ത്രം ശിശുവായിട്ടിവിടെ പശുക്കിടാവിനെയാണ് ഉപമയായി പറയുന്നത്. എങ്ങനെയാണോ പശുക്കിടാവിന് ത്രിവിധങ്ങളായ ആവശ്യങ്ങൾ പ്രാഥമികമായിട്ടുള്ളത്, അത് പ്രാണനുമായി താരതമ്യപ്പെടുത്തി പറയുകയായിരുന്നു. നിങ്ങൾ ആ ടേബിൾ മാത്രം നോക്കിയാൽ മതി. എന്താണ് മാതാവ് ശിശുവിനെ സംബന്ധിച്ച്, അത് പശു എന്ന ശിശു ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനുഷ്യ ശിശു ആയിക്കോട്ടെ, ഏത് ശിശു ആയിക്കോട്ടെ, പ്രാഥമികമായിട്ട് എന്താണ് വേണ്ടത്? മാതാവിൻ്റെ സാന്നിധ്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രാണന് നിലനിൽക്കുവാൻ, ഏത് ജീവനിലും പ്രാണൻ നിലനിൽക്കുവാൻ സ്ഥൂല ശരീരം വേണമെന്ന് കണ്ടു. അപ്പം ഇവിടെ മാതാവ് എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെ എല്ലാ ജീവാത്മാക്കൾക്കും, പശു പക്ഷി മൃഗ മനുഷ്യ യോനിയിലുള്ള സർവ്വ ജീവാത്മാക്കൾക്കും എന്താണ് പ്രാണൻ നിലനിൽക്കണമെങ്കിൽ സ്ഥൂല ശരീരം വേണം എന്ന് കണ്ടു. വേർഡ് ബൈ വേർഡ് മീനിങ്ങിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ ടേബിൾ നോക്കി ഒരു സിംഹാവലോകനം നടത്താം. അടുത്തത് എന്താണ്, മാതാവിന് ശേഷം പിന്നെ ഈ പശുക്കിടാവിന് എന്താണ് പ്രാധാന്യം? ഗോശാല.
അതിന് വാസസ്ഥലം പ്രാധാന്യമാണ് അല്ലേ, അതിന് വളരുവാനായിട്ടുള്ള ആ അന്തരീക്ഷം പ്രാധാന്യമാണ്. നമുക്ക് തന്നെ അറിയാം, ചെറിയ ജീവികൾ, ഒരു നമ്മൾ അജാതശത്രു ബ്രാഹ്മണത്തിൽ കണ്ട ആ ചിലന്തിയുടെ ഉദാഹരണം എടുത്താൽ മതി. അതിന് പോലും എന്താണ്, ആ ചിലന്തിക്ക് പ്രജനനം നടത്തണമെങ്കിൽ അതിന് ആ വല ആവശ്യമാണല്ലേ, അതിന് മക്കളുണ്ടായി അതിനെ വളർത്താനായിട്ടാണ് ആ ചിലന്തി ആ വല നെയ്യുന്നത്. അതുപോലെ ഏത് ജീവിയെ എടുത്തോളൂ, ചെറിയ കുരുവികൾ, പക്ഷികൾ, എല്ലാ ജീവികളും അവർ കണ്ടില്ലേ, അവർ ആ കുട്ടികളെ ആ മുട്ടയിടുന്ന സമയത്ത് അല്ലേ, അതിനു വേണ്ടി അതിനുള്ള സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാക്കുന്നത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പശുക്കിടാവിനും ഗോശാല പ്രാധാന്യമുള്ളതാണ്. അത് എന്തിനോടാണ്, നമ്മുടെ ശിരസിനോടാണ്. ശിരസ് എന്തായിരുന്നു, 7 ജ്ഞാനേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പിന്നെ അതിനെ 2ആയിട്ട് വിഭജനം ചെയ്ത് 7 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഇരിപ്പിടമായി കണ്ടു. ഈ സ്ഥൂല ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ പ്രാണൻ ആവശ്യമാണ്. സ്ഥൂല ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ പ്രാണൻ ഇവിടെ എല്ലാം എത്തണം. അങ്ങനെ ഇപ്പം ഗോശാല പോലെ തന്നെ ശിരസ്സും പ്രാധാന്യമാണ്, പ്രാണന്റെ ഇരിപ്പിടമാണ് എന്ന് കണ്ട് ഉപാസന ചെയ്യൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അടുത്ത എന്താണ്, സ്തൂണം. സ്തൂണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ സംരക്ഷിക്കാനായിട്ട് എന്താണ്, സ്തൂണം ആവശ്യമാണ്, സധാമം ആവശ്യമാണ്. ആ സ്തൂണത്തിൽ ഒരു കുറ്റിയിൽ സധാമം, ഇതിനെ രജ്ജുവിനെ കയറിനെ കെട്ടിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുന്നത്, അതിൻ്റെ ആ ഉടമ അതിനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ശരീരത്തിനെ സംരക്ഷിക്കുവാൻ പ്രാണൻ മാത്രം പോലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, സർവ്വ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, പ്രാണൻ മാത്രം ഉണ്ടായ കാര്യമില്ല, ഇവിടെ അന്നപാനങ്ങൾ ആവശ്യമാണ്. ഇവിടെ നമുക്ക് മനനം ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാന്തോക്യ ഉപനിഷത്ത് 6ാം അധ്യായം ശ്വേതകേതുവിൻ്റെ തത്വമസി എന്നുള്ള അധ്യായമില്ലേ, 6ാം അധ്യായത്തിൽ ശ്വേതകേതുവിന് 15 ദിവസം പട്ടിണിക്കിടുന്നത് പ്രാണൻ മാത്രം നിലനിർത്തി ശ്വേതകേതുവിന് ജീവിക്കാൻ പറ്റാത്ത, അതിവിടെ ഓർക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനനത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് എന്താണ്, 15 ദിവസം കൊണ്ട് 12 വർഷം ശ്വേതകേതു ഗുരുകുലത്തിൽ പഠിച്ച സർവ്വവിദ്യയും മറന്നു പോവുകയാണ് ചെയ്തത്. വെറും 15 ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 12 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വെറും 2 ആഴ്ച കൊണ്ട് മറന്നു പോവാന്ന് വെച്ചാൽ അത്ര പ്രാധാന്യമുണ്ട് അന്നപാനത്തിന്. നമ്മൾ വിചാരിക്കും എനിക്ക് വലിയ മേധാശക്തിയാണ്, അല്ലെ ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ വാഗ്മിയാണ്, അങ്ങനെയാണ്, എന്താണോ നമ്മുടെ കയ്യിലുള്ള ഗർവം അത് ഇല്ലാണ്ടാകാൻ ഒരു നിമിഷം മതി എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിൻ്റെ അടുത്ത് അല്ലേ. ശ്വേതകേതു വിദ്യ എന്നായിരുന്നു ആ അധ്യായത്തിൻ്റെ പേര് പോലും. അത് നമുക്കിവിടെ മനനം ചെയ്യാം. അന്നമില്ലെങ്കിൽ ജീവിതം ഇല്ല, നിലനിർത്തുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രഥമ മന്ത്രം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ ഉപാസന ചെയ്യുക, നമ്മളെ ഈ പഞ്ചപ്രാണൻ നിലനിർത്തണമെങ്കിലും അല്ല, നമ്മൾ കണ്ടിരുന്നു. കാരണം നമ്മൾ ഇൻട്രഡക്ഷനിൽ നമ്മൾ എഴുതിയില്ലേ, ശിശു എന്ന് പ്രാണനെ വിളിക്കുന്നു, വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, അത് പശുക്കുട്ടിയോട് ഉപമിച്ചു. പിന്നെ എന്താണ്, പഞ്ചപ്രാണൻ എന്നുള്ള 3ാമത്തെ പോയിന്റ് എഴുതി. അതെങ്ങനെ ഇവിടെ വരിക, ഈ 5 പ്രാണനും സ്ഥൂല ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുക. നമ്മൾ പഠിച്ച അന്ന് 5 പ്രാണൻ്റെ പേരേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, അറിയാമെന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പറയാഞ്ഞത്. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. നമുക്ക് 5 പ്രാണനുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, 5 പേരാണ്. പ്രാണൻ എന്നത് എന്താണ്, ദേഹത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് പ്രവർത്തിക്കുന്ന, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. പിന്നെ അപാനൻ എന്താ, അധോഭാഗം, കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വ്യാനൻ എന്താ, ശരീരത്തിന് കുറുകെ പ്രവർത്തിക്കുന്ന പ്രാണനെന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ, ഇതൊക്കെ പഠിച്ചതാണ്. സമാനൻ എന്താ, സമാനൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷകമെല്ലാം വലിച്ചെടുത്ത്
ഓരോ നാഡികളിലേക്കും ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കുന്നതാണ് സമാനൻ എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉദാനൻ അവസാനം ഉദാസീനനായിരിക്കുന്ന ആളാണ്. നമ്മൾ ജനിക്കുന്നത് മുതൽ മൂപ്പർക്ക് ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കുകയാണ്. അവസാനം എപ്പോഴാണ്? മരണസമയത്ത് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തിനെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വിടുവിച്ച് സൂക്ഷ്മമായി അതിനെ കൊണ്ടുപോകുന്ന ആ പ്രാണനെയാണ് സമാനൻ എന്ന് വിളിക്കുന്നത്, അല്ല ഉദാനൻ എന്ന് വിളിക്കുന്നതെന്ന്. ഉദാസീനൻ, അതാണ് അദ്ദേഹത്തിന് അങ്ങനെ പേര് വന്നത്. അത്യാവശ്യം നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ പഞ്ചപ്രാണനും ഈ ശരീരത്തിലുണ്ട്. ഈ പഞ്ചപ്രാണൻ പ്രവർത്തിക്കണമെങ്കിൽ അന്നം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ശിശു ബ്രാഹ്മണത്തിലെ പ്രഥമ മന്ത്രം പറഞ്ഞു തന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഇത് ഉപാസന ചെയ്യുക? ഒരു പശുക്കിടാവിനെ കാണുക. അപ്പോൾ കാണുമ്പോൾ എന്താണ്? അന്ന് ഗുരുകുലങ്ങളിൽ പശുക്കിടാക്കളേ ഉള്ളായിരുന്നു, അല്ലെ ഗോമാതാക്കൾ, അല്ലേ, ഇവരേ ഉള്ളായിരുന്നു. ഇപ്പോഴെന്താണ്? ഇത് ശിഷ്യർക്ക് എളുപ്പമാണ് ഈ ഉപാസന നടത്തുവാനായിട്ട്. അതുകൊണ്ടാണ് ഇത്യാദി ഉപാസനകൾ ധാരാളമായി പറയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ദുഷ്കരമാണ്. പക്ഷെ നമുക്ക് ഏത് ജീവിയെ കാണുമ്പോഴും അതിൻ്റെ അസ്തിത്വത്തിന് കാരണം മാതാവാണ്, അല്ലേ? അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ സംരക്ഷണം, ഇത് മൂന്നും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ സർവ്വജീവൻ, അതുപോലെ തന്നെ എനിക്കും സ്ഥൂല ശരീരം ഉണ്ട്. അതിൽ പ്രാണനുള്ളത് കൊണ്ടാണ് ഈ സ്ഥൂല ശരീരം നിലനിൽക്കുന്നത്. പ്രാണൻ മാത്രം പോരാ, അന്നപാനീയങ്ങൾ വേണം. ഇത്രയും ചിന്തിച്ചാൽ അത് ഉപാസനയായി. അതാണ് ഒന്നാമത്തെ ഉപാസനയായി പറയുന്നത്. നമുക്ക് അടുത്ത മന്ത്രം പാരായണം ചെയ്യാം. എല്ലാവരും കൂടെ ചൊല്ലുക. ദ്വിതീയ മന്ത്രഃ. തമേതാഃ സപ്ത അക്ഷിതയ ഉപതിഷ്ഠന്തെ സാധ്യാ ഇമാ അക്ഷൻ ലോഹിന്യഃ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ അധ യ അക്ഷൻ യ ആപഃ താഭിഃ പർജന്യഃ യാ കനീനികാ തയാ ആദിത്യഃ യത് കൃഷ്ണം തേന അഗ്നിഃ യത് ശുക്ലം തേന ഇന്ദ്രഃ അധരയാ ഏനം വർത്തന്യാ പൃഥിവീ അന്വായത്താ ദ്യൗഃ ഉത്തരയാ ന അസ്യ അന്നം ക്ഷീയതേ യ ഏവം വേദ. യാജ്ഞവൽക്യ മഹർഷി രണ്ടാമതായി ഉപാസന പറയുകയാണ്. എപ്പോഴും ഓർമ്മ വേണം, എന്തിനാ? സത്യസ്യ സത്യം എന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട്, അല്ലെങ്കിൽ എല്ലാറ്റിലും എനിക്ക് ഒരേ ദൃഷ്ടിയിലൂടെ പരമാത്മ ചൈതന്യം, അല്ലെ കാരക ദൃഷ്ടി പ്രാപ്തിക്കായിട്ട് നമ്മൾ പഠിച്ച ആ ടെർമിനോളജി ഓർത്താൽ അത് മാത്രം മതി. അതിനു വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി ഉപാസന പറയുന്നത്. ദ്വിതീയ ഉപാസന ദേവതകളെ ആധാരമാക്കി വെച്ചുള്ള ഉപാസനയായിരുന്നു. അതും ആ ടേബിൾ മാത്രം നോക്കിയാൽ മതി. എന്തായിരുന്നു? 7 ദേവതകളെ പറയുകയാണ്. നമ്മളുടെ നേത്രേന്ദ്രിയത്തിൽ വസിക്കുന്നതായി ഉപാസിക്കൂ എന്ന്. അപ്പോൾ നമുക്ക് ദശേന്ദ്രിയങ്ങളുണ്ട്, അനേക അവയവങ്ങളുണ്ട്, അനേക നാഡികളുണ്ട്, എന്തെല്ലാം ഉണ്ടായിട്ടാണ് ഈ ശരീരം ഒന്ന് പ്രവർത്തിക്കുന്നത്. അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പറയാം, ഒറ്റ ഒരു ഇന്ദ്രിയത്തിനെ മാത്രം നിങ്ങൾ ഉപാസിക്കുമെന്ന്. ആ ഇന്ദ്രിയത്തിൽ ഇത്രയും ദേവതകൾ വസിക്കുന്നതായിട്ട് ഉപാസിക്കൂ. ആ പ്രാധാന്യം മനസ്സിലാക്കിയാൽ എന്താ? ഞാനൊന്നുമല്ല, എനിക്ക് ഒരു അവയവം ചലിപ്പിക്കുവാൻ പോലുമുള്ള കഴിവില്ല. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ എന്താ? ആ ഗർവം ഇല്ലാണ്ടാകും. അപ്പോൾ എങ്ങനെയാണോ ഗാർഗ്യന് തൻ്റെ ഗർവം നശിച്ചപ്പോൾ അജാതശത്രു ഉപദേശിച്ച ബ്രഹ്മവിദ്യ മനസ്സിലായത്, അതുപോലെ നമ്മൾക്കും മനസ്സിലാക്കാൻ സാധിക്കും.
അതിനു വേണ്ടി ഉപാസന പറയുകയായിരുന്നു. രണ്ടാമത്തെ ഉപാസന എന്താണ്? അക്ഷൻ ലോഹിന്യഹ രാജഹ. കണ്ണിനുള്ളിലെ അക്ഷൻ, ആ അക്ഷൻ എന്ന് വെച്ചാൽ കണ്ണ്, ആ കണ്ണിനുള്ളിൽ എന്താണ്? ലോഹിന്യഹ രാജഹ. ആ ചുവന്ന രേഖകൾ എന്താണ്? രുദ്രദേവതയുടെ സ്ഥാനം. ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ഇതിപ്പോൾ എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിട്ടേര്, ഏതെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഉപാസിക്കും. ഇതൊന്നും നമുക്ക് ചെയ്ത് ശീലമില്ല. നമ്മൾ സാധാരണ ജപം, ക്ഷേത്ര തീർത്ഥാടനങ്ങൾ, നാമപാരായണങ്ങൾ, ഇതൊക്കെയാണ് ഉപാസനയായിട്ട് നമ്മൾ കാലങ്ങളായി ചെയ്തു വന്നത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്ന ഉപാസനകൾ നമ്മളെ സംബന്ധിച്ച് ഇത് പുതുമയാണ് അല്ലേ. എല്ലാറ്റിലും ഈശ്വരനെ കാണുക എന്നൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും സൂക്ഷ്മമായി നമ്മൾ ഇവിടെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഉപാസന ചെയ്യുവാൻ കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഒന്നും വേണം, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക. നിങ്ങൾ പുറപ്പെടില്ലേ, പുറപ്പെട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോഴേക്ക് എൻ്റെ കണ്ണ്, അങ്ങനെ എപ്പോഴൊക്കെയാണോ നമുക്ക് പല്ല് തേക്കുന്ന സമയത്ത് അല്ലേ, ദന്തധാവനം, അപ്പോഴെന്താണ് കണ്ണാടിയിട്ട് നോക്കൂല്ലേ നിങ്ങൾ, അപ്പോഴെന്താ എൻ്റെ കണ്ണ്, ഏത് ഇന്ദ്രിയം ആയിക്കോട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഉപാസനയിലേക്ക് വഴിതിരിച്ച് വിടുക. അല്ലാണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഉപാസനയൊന്നും അല്ല യാജ്ഞവൽക്യ മഹർഷി ഉപദേശിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ ഇത് ഓർമ്മ വരുന്നത്, അതിനുള്ള സാഹചര്യങ്ങൾ അപ്പോഴൊക്കെ ഇത് ചെയ്യാം. രുദ്രദേവതയെ കാണുക. അടുത്ത എന്താണ്? അക്ഷൻ യ ആബഹ. കണ്ണിനുള്ളിലെ ജലത്തിൽ സ്ഥിതി ചെയ്യുന്നത് പർജന്യ ദേവത, വരുണദേവത പർജന്യനാണെന്ന് ഭാവന ചെയ്യുക. പർജന്യനുള്ളത് കൊണ്ടാണ് ആ ജലധാര ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുക. അവരോട് നന്ദി പറയുക. അതില്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് പോകേണ്ടി വരിക. അപ്പോഴേ അതിൻ്റെ പ്രാധാന്യം അറിയുള്ളൂ. അടുത്തത് ആദിത്യൻ. അക്ഷൻ കനീനികാഹ. കൺമിഴികളിൽ സ്ഥിതി ചെയ്യുന്നു ആദിത്യൻ. അതായത് ആദിത്യൻ സൂര്യദേവത പ്രകൃതി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ആ പ്രകാശമുള്ളത് കൊണ്ടാണ് എൻ്റെ നേത്രേന്ദ്രിയത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിലും എനിക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദിത്യനെ കാണുമ്പോൾ നന്ദി പറയുക, എനിക്ക് പ്രകൃതി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന്. അടുത്തത് എന്താണ്? അഗ്നിദേവത. അക്ഷൻ കൃഷ്ണ. കൃഷ്ണമണിയിൽ, കൃഷ്ണമണിയിൽ സ്ഥിതി ചെയ്യുന്നത് അക്ഷൻ അഗ്നിദേവതയാണെന്ന്. അടുത്തത് അക്ഷൻ ശുക്ലഹ. കണ്ണിനുള്ളിലെ കൃഷ്ണമണിയുടെ തൊട്ടടുത്തുള്ള വെളുത്ത ഭാഗത്ത്, ശുക്ലഹ എന്ന് വെച്ചാൽ വെളുപ്പ്, ശുക്ലപക്ഷം കൃഷ്ണപക്ഷം അറിയില്ല, അത് തന്നെ. വെളുത്ത ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആരാണ്? ഇന്ദ്രദേവത. അടുത്തത് പൃഥിവി. ഭൂദേവത. എന്താണ്? താഴത്തെ കൺപോളകൾ. താഴത്തെ കൺപോളയും മേളത്തെ കൺപോളയും വന്ന് യോജിക്കുമ്പോഴാണ് എനിക്ക് കണ്ണടയ്ക്കാൻ സാധിക്കുന്നത്. അപ്പം അതിന് സഹായിക്കുന്ന ആരാണ്? ഭൂമിദേവിയും ആകാശദേവതയുമാണ്. അവരുടെ സഹായം കൊണ്ടാണ് എൻ്റെ കൺപോളകൾ പോലും ചലിക്കുന്നത് എന്ന് ഭാവന ചെയ്താൽ, കൃതാർത്ഥതയോടുകൂടി ചിന്തിച്ചാൽ, ഈ ദേവതകൾക്ക് നമസ്കാരം അർപ്പിച്ചാൽ അത് ഉപാസനയായി. അങ്ങനെ ഇതിപ്പോൾ കണ്ണിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രോത്രേന്ദ്രിയത്തിനും ഉണ്ട് ഇതുപോലെ, രസനേന്ദ്രിയത്തിനും ഉണ്ട് ഇതുപോലെ. ഓരോ രസനേന്ദ്രിയത്തിലെ ഓരോ രസങ്ങളും വേർതിരിച്ച് ദേവതകളുടെ സാന്നിധ്യമുണ്ട്. വളരെ സൂക്ഷ്മമാണ് അതൊക്കെ. നമ്മൾ പൊതുവെ രസനേന്ദ്രിയത്തിന് വരുണദേവത എന്ന് പറയും. പക്ഷെ വരുണദേവതയുടെ സാന്നിധ്യം മാത്രമല്ല, മറ്റ് പുളിയെ പുളിയായി അറിയുന്നത്, മധുരത്തെ മധുരമായി അറിയാൻ സാധിക്കുന്നത്, കയ്പിനെ കയ്പായി അറിയാൻ സാധിക്കുന്നത്, അതിനൊക്കെ ഓരോ ദേവതകളുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഒരെണ്ണമെങ്കിലും ചെയ്യൂ. കാരണം നമ്മളെ സംബന്ധിച്ച് ദശേന്ദ്രിയങ്ങളിലും പ്രാധാന്യം കണ്ണിനായതുകൊണ്ട്, പ്രഥമ സ്ഥാന ഇന്ദ്രിയം അല്ലേ, അതുകൊണ്ട് കണ്ണായതുകൊണ്ട് ഇവിടെ കണ്ണിനെ യാജ്ഞവൽക്യ മഹർഷി ഉപാസനയ്ക്ക് ആലംബനമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം എടുക്കുക, ഏത് ഇന്ദ്രിയവും നമുക്ക് എടുക്കാവുന്നതാണ്.
നമുക്ക് മൂന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. 3, 4 ഒരുമിച്ച് പാരായണം ചെയ്യാം. അഥ തൃതീയ മന്ത്ര. തദേശ ശ്ലോകോ ഭവതി അർവാംബിലചമസഃ ഊർധ്വബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം തസ്യാസദർഷയഃ സപ്തതീരേ വാക് അഷ്ടമി ബ്രഹ്മണാ സംവിധാന ഇതി. അർവാംബിലചമസഃ ഊർധ്വബുധ്നഃ ഇതി ഇദം തച്ശിരഃ ഏഷഃ ഹി അർവാംബിലചമസഃ ഊർധ്വബുധ്നഃ തസ്മിൻ യശോ നിഹിതം വിശ്വരൂപം ഇതി. പ്രാണാ വൈ യശോ വിശ്വരൂപം പ്രാണാൻ ഏതാത് ആഹ തസ്യാസദർഷയഃ സപ്തതീരേ ഇതി. പ്രാണാവ ഋഷയഃ പ്രാണാൻ ഏതാത് ആഹ വാക് അഷ്ടമി ബ്രഹ്മണാ സംവിധാന ഇതി. വാക് യത് അഷ്ടമി ബ്രഹ്മണാ സംവിത്തേ. ചതുർത്ഥ മന്ത്രം. ഇമാ ഏവ ഗോതമ ഭരദ്വാജൗ അയമേവ ഗോതമഃ അയം ഭരദ്വാജഃ ഇമാ ഏവ വിശ്വാമിത്ര ജമദഗ്നിഃ അയമേവ വിശ്വാമിത്രഃ അയം ജമദഗ്നിഃ ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ അയമേവ വസിഷ്ഠഃ അയം കശ്യപാഃ വാക് ഏവ അത്രിഃ വാചാ ഹി അന്നം അദ്യതേ അത്തിഃ ഹ വൈ നാമഃ ഹ വൈ ഏതത് അത്രിഃ ഇതി. സർവസ്യ അത്താ ഭവതി സർവം അസ്യ അന്നം ഭവതി യ ഏവം വേദ. ഒരു ഉപാസനയായി പശുക്കിടാവിൻ്റെ, രണ്ടാമത്തത് അക്ഷൻ ദേവതയുടെ ഉപാസനയായി. ഇനി മൂന്നാമത്തത് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാന ദേവതയായി ഋഷിമാരെ പറയുകയാണ്. അതിന് ഉദാഹരണമായി സോമയാഗം പറയുന്നു. അതും നമ്മൾ കണ്ടിരുന്ന, എല്ലാവരും ആ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഓർത്താൽ മതി. 4 ഭാഗത്തും ഈ മഹാത്മാക്കൾ ഇരിക്കുന്നു. അവർ ഈ സോമയാഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ആ യാഗത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെ അവർ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ അവർ യാഗം ചെയ്യുന്നു, ആരാണ് ഫലം അനുഭവിക്കുന്നത്? നമ്മൾ. ആ ചിന്തയുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഫലമുണ്ടാകും എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നതാണ്. നമ്മളത് വിസ്തരിച്ച് കണ്ടിരുന്നു. എല്ലാവരും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് സോമയാഗഭൂമി. ആ സോമയാഗഭൂമിയിൽ സോമയാഗം നടത്തുന്നത് പ്രധാനമായിട്ടും അവനവൻ്റെ സകാമഫലം എന്ന് പറഞ്ഞാൽ ആരാണോ സോമയാജി, അതായത് സോമയാഗം ചെയ്യുന്നയാൾ, അദ്ദേഹത്തിന് ഫലമുണ്ടാകും. അദ്ദേഹത്തിന് എന്ത് സകാമമായ ഇച്ഛയോടുകൂടിയാണോ, ശ്രദ്ധിക്കണേ, സോമയാജി സകാമമായ എന്ത് ഇച്ഛയോടുകൂടിയാണോ ആ യാഗം നടത്തുന്നത്, ആ ഫലം അദ്ദേഹത്തിന് പ്രധാനമായിട്ടും കിട്ടും. മുഖ്യഫലമായിട്ട്, പ്രൈമറി റിസൾട്ടായിട്ട് അത് കിട്ടും. പിന്നെ എന്താണ്, അവാന്തര ഫലമായിട്ട് എന്ത് ഫലം കിട്ടും? ആ സോമയാഗഭൂമിയിൽ കുലത്തിന്, ഗോത്രത്തിന്, ദേശത്തിന്, പരിസ്ഥിതിക്ക് ഒക്കെ നന്മയുണ്ടാകും. അത് അവാന്തര ഫലമാണ്. മുഖ്യഫലം സോമയാജിക്ക് കിട്ടുന്നതാണ്, സകാമമായി ചെയ്ത. നമ്മളാരും സകാമമായി ചെയ്യാൻ എനിക്ക് ഒരുപാട് പേര് വീഡിയോ അയച്ചു തന്ന് തൃശ്ശൂർ സോമയാഗം നടക്കും. പക്ഷെ ആ വീഡിയോയിലും എനിക്ക് അറിഞ്ഞൂടെ, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അതിൽ ആ സോമയാജി പറയുന്നുണ്ട്, ഈ നാട് ചീത്തപ്പേരിലായിരുന്നു, അതുകൊണ്ട് സോമയാഗം നടന്ന പേരിൽ ഇനി അറിയപ്പെടണമെന്ന്. എന്തിനു വേണ്ടിയാണ് സോമയാഗം ചെയ്യുന്നതെന്ന് ആ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുകയാണ്.
അപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നത് വളരെ വിരോധാഭാസമായി തോന്നി. ശരിക്കും ഫലം നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ്. സോമയാജിക്ക് അതിനുള്ള പുത്ര പൗത്ര ധനധാന്യ ഇത്യാദി ഇത്യാദി ഫലങ്ങളും സകാമമായിട്ട് അദ്ദേഹത്തിന് കിട്ടും. പിന്നെ അവാന്തരമായിട്ട് പ്രകൃതി ആ സോമയാഗത്തിൽ നിന്നും കിട്ടുന്ന പുണ്യം കൊണ്ട് പ്രകൃതി അനുഗ്രഹീതമാകും. അതാണ് രണ്ടാമത്തെ ഫലം കിട്ടുന്നത് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ് സോമയാഗം, ആ ചിത്രം ഓർമ്മ വരിക. എന്താണ് സോമരസം ഗ്രഹിക്കുന്ന പാത്രം. ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല യാഗങ്ങളിലും അഗ്നി ഉണ്ടാക്കുന്നത് പോലും അല്ലേ. അരണ്യോ നിഹിതോ ജാതവേദ ആ മന്ത്രം അല്ലേ, അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്നൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുമുതൽ അത് അവസാനിക്കുന്നത് വരെ വളരെ ശ്രേഷ്ഠകരമായതും ദുർഘടവുമാണ് അത് ചെയ്യുവാൻ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇല്ല. പണ്ടൊക്കെ യാഗം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഹോമകുണ്ഡം അടുത്ത് കാണും പ്രായശ്ചിത്തം ചെയ്യാനായിട്ട്. കാരണം എന്താ, ഒന്ന് ചുമച്ചാൽ മതി, ആ അന്തരീക്ഷം അത് മാറും. നമ്മളൊന്ന് ഉറങ്ങിപ്പോയാൽ മതി. കാരണം ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുമല്ലോ. അപ്പോൾ തമോ ഗുണത്തിനാൽ ആവൃതമാകും ആ യാഗഭൂമി മുഴുവൻ. അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെ വളരെ പവിത്രമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഇത് പറയുന്നത്. അപ്പോൾ ആ സോമയാഗ ഭൂമി, അവിടെ എന്താണ് സോമയാഗം സംഗ്രഹിക്കുന്ന ആ പാത്രം, അത് ആ ഹവിസിലേക്ക് അർപ്പിക്കുന്നു അല്ലേ, ആ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നു അല്ലേ. അപ്പോൾ എന്നിട്ട് 4 ദിക്കിലും മഹാത്മാക്കൾ ഇരിക്കുകയാണ്. ആരൊക്കെയാണ്? ശ്രോത്രേന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ഗൗതമ മഹർഷിയും ഭരദ്വാജ മഹർഷിയും ഇരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, ഏവരും ക്ഷമിക്കുക. ജമദഗ്നി എന്നത് ഞാൻ പറഞ്ഞത് പരശുരാമൻ്റെ പുത്രൻ എന്നാണ്, വായിൽ വന്നൊരു മിസ്റ്റേക്കാണ്, ക്ഷമിക്കുക. പരശുരാമനാണ് പുത്രൻ അല്ലേ, ജമദഗ്നിയുടെ പുത്രനാണ് പരശുരാമൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, മാഫ് കറോ. അപ്പോൾ ഒരു ഭാഗത്ത് ശ്രോത്രേന്ദ്രിയത്തിനെ സംരക്ഷിക്കാൻ ആരാണ് ഇരിക്കുക? ഗൗതമ ഭരദ്വാജൻ എന്ന മഹാത്മാക്കൾ ഇരിക്കുന്നു. പിന്നെ മറുഭാഗത്ത് ആരിയ്ക്കുന്നു? 2 ചക്ഷുരേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാൻ വിശ്വാമിത്ര മഹർഷിയും ജമദഗ്നി മഹർഷിയും ഇരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ കോണിൽ ഘ്രാണേന്ദ്രിയത്തിനെ സംരക്ഷിക്കുവാനായിട്ട് വസിഷ്ഠ മഹർഷിയും കശ്യപ മഹർഷിയും ഇരിക്കുന്നു. അപ്പോൾ ആ ഹോമകുണ്ഡം അതിൻ്റെ 4 ദിക്കിലും ഇരിക്കുകയാണ് മഹാത്മാക്കൾ. പിന്നെ അത്രി മഹർഷി 4ാമത്തെ ദിക്കിൽ അത്രി മഹർഷി ഇരിക്കുന്നു. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, അത്തി എന്നുള്ള പേരുണ്ട് അല്ലേ. ആ അത്രി മഹർഷി രസനേന്ദ്രിയത്തിനെ സംരക്ഷിക്കുവാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊക്കെ സംരക്ഷണാർത്ഥം സോമയാഗ കുണ്ഡത്തിന് 4 ദിക്കിലുമായി ഈ 4 മഹാത്മാക്കൾ ഇരുന്നുകൊണ്ട്, സപ്ത ഋഷികൾ ഇരുന്നുകൊണ്ട് ഈ യാഗം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ നമ്മൾ സോമയാഗം ചെയ്യണമെന്നല്ല യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ യാഗാഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കണം, കൃതാർത്ഥതയോടുകൂടി. അങ്ങനെ ഈ മഹാത്മാക്കളൊക്കെ എൻ്റെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനായി എൻ്റെ ഇന്ദ്രിയങ്ങളിൽ ദേവതകളെ പോലെ തന്നെ ഈ മഹാത്മാക്കളും ഉണ്ട്. അവർ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലം ആയി ഞാൻ എന്തനുഭവിക്കും? എൻ്റെ ശ്രോത്രേന്ദ്രിയം നല്ലതേ കേൾക്കൂ അല്ലേ, ചക്ഷുരേന്ദ്രിയം നല്ലതേ കാണൂ. എൻ്റെ സാധനയ്ക്ക് അനുകൂലമായി ശ്രോത്രം, ചക്ഷു, ത്വക്ക് ഇത്യാദി സർവ ഇന്ദ്രിയങ്ങളും എൻ്റെ സാധനയ്ക്ക് അനുകൂലമായേ പ്രവർത്തിക്കും. അതിനെ സംരക്ഷിക്കാൻ ദേവതകളോടൊപ്പം ഈ സപ്തർഷികളും ഉണ്ടെന്നുള്ള ഭാവന ചെയ്താൽ അത് ഉപാസനയായി എന്ന് പറയുകയാണ്. പിന്നെ എന്താണ്? അത്രി മഹർഷിയോടൊപ്പം കർമ്മേന്ദ്രിയത്തിനെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് വാഗ്ദേവത മാത്രമേ വന്നുള്ളൂ. ബാക്കി കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ പ്രയാസകരമില്ല നമ്മൾക്ക് വരുതിയിൽ വരുത്തുവാനായിട്ട്, അല്ലെ നമ്മുടെ കൈവശം വരുത്തുക. ആരെയാണ് പ്രയാസം? വാഗേന്ദ്രിയത്തിന്. അതുകൊണ്ട് വാഗ്ദേവതയും കൂടെ അത്രി മഹർഷിയോടൊപ്പം തന്നെ കൂടെ ഇരുത്തുക.
അങ്ങനെ ഈ 8 പേരും എൻ്റെ ദശേന്ദ്രിയങ്ങളെയും സംരക്ഷിക്കുന്നതായി ഭാവന ചെയ്യുക. എങ്കിൽ ആ ഭാവന ഉപാസനയായി മാറും. ആ ഉപാസനയിലൂടെ എനിക്ക് നിഷ്കാമ ഫലം കിട്ടും. ചിത്തശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹം, അല്ലെങ്കിൽ സാധനചതുഷ്ട സമ്പത്ത് എന്ന അധികാരമുണ്ടാകും എന്ന് പറഞ്ഞു. ഈ സോമയാഗം നമ്മളോട് പറയുകയാണ്. ആര്? യാജ്ഞവൽക്യ മഹർഷി. യ ഏവം വേദ, എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ ചോദിച്ചിട്ടുണ്ട്, സപ്തർഷികൾ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന സപ്തർഷിയാണോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പുരാണങ്ങളിൽ പറയുന്ന സപ്തർഷികളല്ല. അവരാണെങ്കിൽ ആ പേര് തന്നെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞേനെ. ഇവിടെ സപ്തർഷി എന്ന് പറയുമ്പോൾ സപ്തർഷികളുടെയും സപ്തമഹർഷികളുടെയും പേര് ഓരോന്നോരോന്ന് അതിനായിട്ടൊരു മന്ത്രം, 4ാമത്തെ മന്ത്രം അതിനായിട്ടാണ്. ഇവരുടെ പേര് പറയാൻ വേണ്ടി, ഇവർ ഇന്ന ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കാനായിട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് 4ാമത്തെ മന്ത്രം. അതുകൊണ്ട് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന നമ്മുടെ സപ്തർഷികളല്ല, ഇവിടെ പറയുന്ന ഇവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പേര് പറയുന്നത്. ഭരദ്വാജം, ജമദഗ്നി ഇത്യാദി ഇത്യാദി 7 പേരുകൾ. അതുകൊണ്ട് അവരല്ല ഇവർ, ഇവരല്ല അവർ. യ ഏവം വേദ, ആര് ഈ വിധം അറിയുന്നുവോ അവർക്ക് എന്താണ് ഫലം? ചിത്തശുദ്ധി, അധികാരപ്രാപ്തി എന്ന ഫലമുണ്ടാകും എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞുകൊണ്ട് ഈ ശിശുബ്രാഹ്മണം അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ആദ്യം എഴുതിയല്ലോ എന്തുകൊണ്ടാണ് ശിശു എന്ന് പറയാൻ കാരണം. അത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ശിശുവിന് രാഗദ്വേഷമില്ല. പശുക്കിടാവിനെ ശിശുവായിട്ടെടുത്തു, അതിന് രാഗദ്വേഷമില്ല. പിന്നെന്തായിരുന്നു കാരണം? ബാഹ്യ വിഷയ ആസക്തിയില്ല. അത് വേണം ഇത് വേണം എന്നുള്ള ചിന്തയില്ല. അതിന് എപ്പോഴും നിർമ്മലമായിരിക്കും. അതിൻ്റെ സ്വഭാവം നിർമ്മലത്വം, ശുദ്ധത്വമായിരിക്കും. അതുകൊണ്ട് ഈ ഗുണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി, നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി യാജ്ഞവൽക്യ മഹർഷി ഈ ബ്രാഹ്മണത്തിന് ശിശുബ്രാഹ്മണമെന്ന് പേരിട്ട് ഉദാഹരണങ്ങളിലൂടെ, ആഖ്യായികളിലൂടെ, സോമരസം, ചക്ഷുരേന്ദ്രിയം, പശുക്കിടാവ്, ഈ 3 ആഖ്യായികയിലൂടെ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തന്ന് അങ്ങനെ ശിശുബ്രാഹ്മണം അവസാനിച്ചു. അഥ ദ്വിതീയോധ്യായഃ ശിശുബ്രാഹ്മണം സമാപ്തം. അല്ലേ? നമ്മൾ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ, നാളെ മുതൽ നമുക്ക് പഠിക്കാം തൃതീയ ബ്രാഹ്മണം. അത് ഇതുപോലെ തന്നെ എളുപ്പമാണ്. വെറും 6 മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് ബി പ്രിപ്പയർഡ്, റെഡിയായി വരിക. എല്ലാവരും എന്തായിരിക്കണം? പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എനിക്കിത് മനസ്സിലാകാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഇത് ഇമ്പോർട്ടൻ്റായ ബ്രാഹ്മണവുമാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ആകെ 6 മന്ത്രമേ ഉള്ളൂ. അതിൽ 6ാമത്തെ മന്ത്രം നേതി നേതി എന്നുള്ള വാക്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? നേതി നേതി വളരെ പ്രസിദ്ധമാണ്. എന്ന് വെച്ചാൽ ഇതല്ല ഇതല്ല എന്നുള്ള ആ പറയുന്നത് ബൃഹദാരണ്യത്തിൽ നിന്നാണ്. ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള, എൻ്റെ കൂടെ എന്തൊക്കെയുണ്ടോ നേതി നേതി അതിനെയൊക്കെ തള്ളാനാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അതൊന്നും കൂടെ ഉണ്ടാവില്ല. അപ്പം അത് വൈരാഗ്യപ്രധാനമാണ് ഈ ബ്രാഹ്മണം. അതുകൊണ്ട് വൈരാഗ്യത്തോടു കൂടി നമുക്കത് പഠിക്കാൻ ശ്രമിക്കാം. അത് നിഷേധമുഖ ഉപദേശം എന്ന് പറയും. അതിനെ നിഷേധിക്കുകയാണ് എല്ലാത്തിനെയും. ആ ഉപദേശമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് നേതി നേതി എന്നുള്ള മഹാവാക്യത്തിലൂടെ. അത് നമുക്ക് നാളെ കാണാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കുക. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. നമുക്ക് മംഗളാചരണം ചൊല്ലി നിർത്താം, പിന്നെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ
महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम।